ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഒളിവിലുള്ള സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൊച്ചിയിലെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സ്വകാര്യ ഹോട്ടലുകളും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. നാളെയോ മറ്റന്നാളോ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് സിദ്ദിഖിന്റെ നീക്കം. സിദ്ദിഖിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഹാജരായേക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായതും മുകുൾ റോത്തഗിയാണ്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങളൊപ്പം ശ്യാം ദേവരാജും ചേരുന്നുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, വല വിരിച്ചിരിക്കുകയാണ് സിദ്ദിഖിനായി പ്രത്യേക അന്വേഷണ സംഘം. പക്ഷേ ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. സിദ്ദിഖ് ഒരു സേഫ് സോണിലാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ? വിനീത, ഈ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ SITയുടെ നീക്കങ്ങൾ നേരത്തെ കണ്ട് സിദ്ദിഖ് കൃത്യമായ പ്ലാനോട് കൂടി കൊച്ചിയിൽ നിന്ന് നേരത്തെ തന്നെ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് SIT സംഘം അന്വേഷണം വ്യാപകമാക്കിയത്. കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ടാകും എന്നായിരുന്നു SITയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം വരെ സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു താനും. എന്തായാലും പക്ഷേ ഈ കോടതിയുടെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സിദ്ദിഖ് ഉപയോഗിക്കാറുള്ള ഫോൺ നമ്പറുകളൊക്കെ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല, സിദ്ദിഖിൻ്റെ 2 വീടുകളും അടച്ചിട്ട നിലയിലാണ്. 2 വീടുകൾ, അതായത് കാക്കനാട് പടമുകളും അതോടൊപ്പം ആലുവ കുട്ടമശ്ശേരിയിലുമാണ് സിദ്ദിഖിന് വീടുകളുള്ളത്. ഈ 2 വീടുകളും അടച്ചിട്ട നിലയിലാണ്. ഇന്നലെ ഈ വീടുകളിൽ ചില വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെയോടെ ഒരു പക്ഷേ സിദ്ദിഖ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. SIT വ്യാപകമായി തന്നെ സിദ്ദിഖിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, സിദ്ദിഖിൻ്റെ അടുത്ത ബന്ധുക്കളുടെയും മറ്റും ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണുന്നത്. എന്തായാലും സിദ്ദിഖിനുമായി ഇപ്പോൾ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ചില ഹോട്ടലുകളിൽ സിദ്ദിഖ് ഉണ്ട് എന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആ വിവരം തെറ്റാണ് എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മറ്റിടങ്ങളിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം കൂടി സിദ്ദിഖ് എടുത്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം വരും വരെ മാറി നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സിദ്ദിഖ് പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും സിദ്ദിഖിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. വിനീത, ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് സിദ്ദിഖ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായ മുകുൾ റോത്തഗി തന്നെ സിദ്ദിഖിന് വേണ്ടിയും ഹാജരാകുന്നു എന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ ഇടയുണ്ടോ? സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമോ എന്ന് തന്നെയാണ്, ആശ്വാസം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. നാളെയോ മറ്റന്നാളോ ഇത്തരമൊരു ഹർജി നൽകും, മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ, ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നത്. ഇതിനുശേഷം ഈ കൊച്ചിയിലെ അഭിഭാഷകർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിൽ ഈ വിധി പകർപ്പ് പരിശോധിച്ചിരുന്നു. തുടർന്നാണ് ഡൽഹിയിലുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുമായി ബന്ധപ്പെട്ടത്. വൈകുന്നേരത്തോടുകൂടിയാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് നാളെയോ മറ്റന്നാളോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള തീരുമാനം തത്വത്തിലെടുത്തത് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്. തങ്ങളുടെ ഭാഗം കേട്ടതേയില്ല അല്ലെങ്കിൽ പരിഗണിച്ചതേയില്ല എന്നൊരു വിമർശനമാകും സുപ്രീം കോടതിയിൽ ഉയർത്തുക എന്നും സൂചനയുണ്ട്. അങ്ങനെ ഒരു അപ്പീൽ നൽകുമ്പോൾ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അത് നാളെ നൽകുകയും മറ്റന്നാൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന രീതിയിൽ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്.
ഇക്കാര്യത്തിൽ ഒരു അറസ്റ്റിനെ തടയുക എന്നതാണ് ആദ്യഘട്ടത്തിൽ സിദ്ദീഖിൻ്റെ അഭിഭാഷകർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ അറസ്റ്റിനെ തടയുന്ന നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നാൽ അത് തന്നെ വലിയ ആശ്വാസകരമാകും എന്നാണ് സിദ്ദീഖിൻ്റെ അഭിഭാഷകരുടെ വിലയിരുത്തലും. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് സിദ്ദീഖിനെ വിമർശിച്ചത്. സിദ്ദീഖിന് വലിപ്പ ചെറുപ്പമില്ലാതെ സ്ത്രീത്വം ബഹുമാനം അർഹിക്കുന്നു. ബഹുമാനത്തിന് സ്ത്രീയുടെ വിശ്വാസവും വർഗവും തടസ്സമാകരുത്. പരാതിക്കാരിയുടെ വിശ്വാസതയെ സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ ചോദ്യം ചെയ്തതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇത്തരം പരാതിക്കാരിയുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യുന്നത് സിദ്ദീഖ് അത്തരമുള്ള വാദം അനാവശ്യമായ വാദമാണ് എന്നാണ് മറ്റൊരു വിമർശനം. പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാവില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് നിശബ്ദയാക്കാനുള്ള തന്ത്രമാണ് എന്നതടക്കമുള്ള രൂക്ഷമായ ഭാഷകളുള്ള വിമർശനങ്ങളാണ് സിദ്ദീഖിനെതിരെയും സിദ്ദീഖിൻ്റെ അഭിഭാഷകനെതിരെയും ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നത്. ശ്യാം ദേവരാജും അർജുൻ മട്ടന്നൂരുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് സിദ്ദീഖ്. അവിടെ നിന്ന് ആശ്വാസം ലഭിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ സിദ്ദീഖിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അന്വേഷണ സംഘത്തിന്. അദ്ദേഹം ഒളിവിലാണ്. കേരളം വിട്ടോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും വല വിരിച്ചിരിക്കുകയാണ് സിദ്ദീഖിനായി. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ഞങ്ങളെ പ്രതിനിധികൾ ചേരുന്നുണ്ട്.